കേരളത്തിലെ ഏറ്റവും വലിയ VIP മണ്ഡലം എന്ന് പറയാവുന്നത് മലമ്പുഴയാണ്. മലമ്പുഴയിലും BJPക്കുള്ള സാധ്യതകൾ അവരുടെ കയ്യിലിരിപ്പുണ്ട് ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ തന്നെയും, കാരണം UDFിൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളത് CPMൻ്റെ ലക്ഷ്യം വരിക. മലമ്പുഴയിൽ പ്രഭാകരൻ തന്നെ വീണ്ടും ജയിക്കും. CPM അവിടെ ജയിക്കാൻ പോകുന്നില്ല. ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു പരാമർശം അയാൾ നടത്തി എന്നുള്ളത് തന്നെയാണ്. അല്ല, അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ വേറെ കാരണമായിരിക്കാം അത്. K. രാധാകൃഷ്ണനാണ് പാലക്കാട് ജില്ലയുടെ ചുമതല കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പാട്ടും പാടി ജയിച്ചിരുന്ന രമ്യ ഹരിദാസിനെ പാട്ട് പാടാതെ തോൽപ്പിക്കാൻ കഴിഞ്ഞ ഒരാളാണ് K. രാധാകൃഷ്ണൻ. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം. രാജ്ഭായ്, പാലക്കാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോടൊപ്പം നിൽക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പാലക്കാട്ടെ MP കോൺഗ്രസ്സുകാരനാണ്, എന്നാൽ ആലത്തൂര് LDFിനൊപ്പം ആണ് നിൽക്കുന്നത്. 2 പാർലമെന്റ് നിയോജകങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പാലക്കാട് ജില്ല എന്നുകൂടെ പറയുന്നത്. അതുകൂടാണ്ട് 12 നിയോജക മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഈ 12 നിയോജക മണ്ഡലങ്ങളെ നമ്മൾ മൊത്തത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2026 എന്താണ് അവിടുത്തെ സാഹചര്യം? അത് UDFിന് അനുകൂലമാണോ, LDFിന് അനുകൂലമാണോ, അതോ NDAക്ക് അനുകൂലമാണോ? NDAക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്ന 2 മണ്ഡലങ്ങൾ നേമത്തോർ പിടിച്ചതുപോലെ മഞ്ചേശ്വരത്തോർ പിടിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പോലെ ഇപ്രാവശ്യം സാധ്യതയില്ല. കഴിഞ്ഞ 2016-ലും 2021-ലും ഒക്കെ അവർക്ക് സാധ്യതയുണ്ടായിരുന്നു. 2016-ൽ തന്നെ സുരേന്ദ്രനെ പിടിക്കാമായിരുന്നു, അത് കുളവാക്കിയത് അവർ. ഇത്തവണ അവർക്ക് സാധ്യതയില്ല. അഷ്റഫ് മണ്ഡലത്തിൽ കയ്യിലെടുത്ത് കഴിഞ്ഞു, അത്രയും. അവിടെ ഒരു വലിയ മത്സരം നടക്കാൻ പോകുന്നില്ല. നല്ല മാർജിനിൽ ജയിക്കും അഷ്റഫിനെ. രാഷ്ട്രീയം നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്യും. അർജുൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പെർഫോമൻസ്. അതേസമയം പാലക്കാട് ജില്ലയിൽ ഇവർക്ക് പണ്ട് തൊട്ടേ, ഈ കാസർഗോഡും മഞ്ചേശ്വരവും പോലെ തന്നെ അത് പണ്ട് തൊട്ടേ ഉണ്ട്. 80കളുടെ തുടക്കം തൊട്ടേ അവിടെ അവർ പിന്നെ 2ാം സ്ഥാനത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുകൊണ്ടിരിക്കുക, മാറി മാറി അവർ ജയിക്കും എന്നുള്ള പാലക്കാട്. കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരത്തും കാസർഗോഡും. പക്ഷെ പാലക്കാട് ജില്ലയിലെ പാലക്കാടും മലമ്പുഴയിലും 2016 തൊട്ട് അവർ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. തുടർച്ചയായിട്ട് 2016-ലും 2021-ലും ഒക്കെ 2ാം സ്ഥാനത്ത് അവർ ജയിക്കും എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞ സ്ഥലമാണ്. ശ്രീധരമാമ പോയിട്ട് ഓഫീസ് തുടങ്ങിയത് അവിടെ. കൃഷ്ണകുമാർ 2016-ൽ പോയിട്ട് മത്സരിക്കുമ്പം, ഇപ്പോൾ പാലക്കാട് നിന്ന് തോറ്റ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് എത്തുന്നു. സാക്ഷാൽ VS-ഉം നായനാരും ശിവദാസമേനോനും ഒക്കെ മത്സരിച്ച് വിജയിച്ച് 2 പേരും മുഖ്യമന്ത്രിമാർ, മറ്റേയാൾ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള, ഒരുപാട് തവണ ക്യാബിനറ്റ് പദവി കിട്ടിയിട്ടുള്ള മണ്ഡലം. മുഖ്യമന്ത്രി ആകുമ്പോഴും പ്രതിപക്ഷ നേതാവുമ്പോഴും ഒക്കെ ക്യാബിനറ്റ് പദവിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ VIP മണ്ഡലം എന്ന് പറയാവുന്നത് മലമ്പുഴയാണ്. അതിനനുസരിച്ചുള്ള വികസന നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം പോലും മര്യാദയ്ക്ക് മണ്ഡലത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വരും. പാർട്ടിയാണ് പണിയെടുത്തിരുന്നത്. കഴിഞ്ഞ തവണ അവിടെ നിന്ന് 2006-ൽ തന്നെ അവിടെ പരിഗണിക്കപ്പെടുകയും എന്നാൽ പിന്നെ PS-നെ വീണ്ടും തിരിച്ച് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനം എടുക്കുമ്പം ഇത്തവണ പിന്നെ അന്ന് മുന്നേ മാറി നിൽക്കുകയും ഏകദേശം പിന്നെ 15 വർഷങ്ങൾക്ക് ശേഷം 2021-ൽ അവസരം കിട്ടുകയും ചെയ്ത CPMൻ്റെ നേതാവ് പ്രഭാകരൻ സഖാവ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക. അവർ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് മണ്ഡലത്തിൽ എപ്പോഴും ആക്സസ് ഉള്ള MLA കിട്ടുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ത്രൂ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് MLA എപ്പോഴും എവിടെയും കിട്ടും. മറ്റേത് VS-നെ ഇവരെയൊക്കെ ദൂരെ നിന്നപ്പോഴേക്കും കാണാനേ പറ്റുന്നുള്ളൂ, നായനാരെയൊക്കെ. കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ വലുതായിരുന്നു. അപ്പോൾ മലമ്പുഴയിൽ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാറിന് ഇത്തവണ സ്കോപ്പ് ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിന് ഈ വാര്യർ പറഞ്ഞ പോലെ എല്ലായിടത്തും കയറിയെങ്കിൽ മത്സരിക്കണം. പാലക്കാട് പോയി ബൈ ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ട് ഇത് 1 വർഷം കൂടെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇപ്പോഴേ MLA ആവണം. അപ്പോൾ അത് ഈ പയ്യ പനയും തിന്നാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പന പോയിട്ട് പനയുടെ ഇല പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. പാലക്കാടും മലമ്പുഴയിലും BJPക്കുള്ള സാധ്യതകൾ അവരുടെ കയ്യിലിരിപ്പുണ്ട് ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ തന്നെയും, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങൾ കത്തി നിൽക്കുകയാണെങ്കിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ നവംബറോട് കൂടിയിട്ട് രാജിവെപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കാരണം ബൈ ഇലക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ രാജിവെക്കാൻ ആവശ്യപ്പെടും. രാജിവെക്കാതിരുന്നാൽ അതോടുകൂടി അവൻ പരിപൂർണമായിട്ട് തീർന്നു. ഏതായാലും മറ്റുള്ളവർക്കൊക്കെ പോയതുപോലെ വേറൊരു പാർട്ടി അവൻ എടുക്കാൻ പോകുന്നില്ല, വേറെ മുന്നണിയും കൂടെ കൂട്ടാൻ പോകുന്നില്ല. സ്വന്തമായിട്ട് വല്ല പാർട്ടി ഉണ്ടാക്കി പോകേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേ പുരുഷാവകാശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഈ ബസ്സിൽ സ്ത്രീകളെ പിടിക്കാൻ പോകുന്നതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഏതൊരു സംഘടനയുണ്ട്, അതിൻ്റെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടൊക്കെ പോകേണ്ടി വരും. അത്രയേ ഉള്ളൂ. സ്ത്രീ പീഡകരെ ജയിലിൽ പോയിട്ട് ഒരുത്തരെ ജാമ്യത്തിനടുത്തൊക്കെ കൊണ്ടുവന്ന ഒരു കോട്ട് സൂട്ട് ഇട്ടിട്ടുള്ള ഒരു അംഗങ്ങളുണ്ട്. അതിൽ അങ്ങനെ വല്ലതും പോകേണ്ടി വരും, അല്ലാതെ പിന്നെ സാധ്യതയില്ല. പാലക്കാട് നിസ്സാരമായിട്ട് കാണേണ്ട കോൺഗ്രസിന് നല്ല ശക്തമായിട്ടുള്ള ഇതുണ്ട്. BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് അതീതമായി BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിക്ക് ഏകപക്ഷീയമായി കുത്തിപ്പോകുന്ന ക്രോസ് വോട്ടിംഗ് നടക്കുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. കോൺഗ്രസിന് അത്യാവശ്യമുള്ള സംഘടനാ സ്വാധീനമുണ്ട്. പാലക്കാടും BJPക്ക് നല്ല സംഘടനാ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ മുനിസിപ്പാലിറ്റി, അതായത് കൃഷ്ണകുമാറിൻ്റെ പെണ്ണുപിള്ളയും കൂടെ അത്യാവശ്യം ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് അവിടുത്തെ സംഘടനാ സംവിധാനത്തിനകത്ത് ദുർബലത വന്നിട്ടുണ്ട്. പല ആളുകൾക്കും മനസ്സും എടുത്തിട്ടുണ്ട്. പലരും സജീവ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. സംഘത്തിന് അതിനകത്ത് വലിയ അതൃപ്തിയുണ്ട്. സംഘം അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ആവട്ടെ എന്ന മട്ടിലാണ് RSS നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പാലക്കാടിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണം വേണമെന്ന് CPM ചിന്തിക്കുമ്പോൾ, CPMനെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണം വേണം. അതിന് ആരെ സീറ്റാണ് കൂടാതിരിക്കേണ്ടേ? BJP എന്തായാലും കേരളം പിടിക്കാൻ പോകുന്നില്ല. ക്രോസ് വോട്ടിങ്, മുസ്ലിം വോട്ടുകൾ BJP വരാതിരിക്കാൻ ക്രോസ് വോട്ടിങ്
UDF ചെയ്യുന്നത് പോലെ സെയിം ധാരണയിൽ പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകൾ BJPക്ക് ചെയ്യാൻ തീരുമാനിച്ചാലോ? കാരണം UDF ഒരു സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് CPM ലക്ഷ്യം വരിക. അങ്ങനെ താമര കണ്ടാലും കൈപ്പത്തി കണ്ടാലും ഒന്നും കോണി കണ്ടാലും അരിവാള് കണ്ടാലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വരയ്ക്കുന്ന കാലമൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറും KPCCയുടെ സംസ്ഥാന ഭാരവാഹിയും BJPയുടെ സംസ്ഥാന ഭാരവാഹിയും ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ട് വേണമെങ്കിൽ ചെയ്യും. അവന് താല്പര്യം ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ അവർ പൊളിറ്റിക്കൽ ലക്ഷ്യത്തോട് കൂടിയിട്ട് നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടാവുമോ എന്നുള്ള പ്രതീതി വന്നു കഴിഞ്ഞാൽ രാഹുലിനെ രാജിവെപ്പിച്ച് അങ്ങനെ വന്ന് അവർ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് BJP ജയിച്ചാലും വേണ്ടില്ല, ഇവർ ജയിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ CPM ക്രോസ് വോട്ടിങ് അവരെ കേഡർമാർക്കിടയിൽ രഹസ്യമായ നിർദ്ദേശം, നല്ല സംവിധാനം RSSനുള്ളതുപോലെ CPMനുണ്ട്, ബ്രാഞ്ചിലോട്ട് കൊടുക്കണ്ട, LC മെമ്പർമാർക്കും ബാക്കിയുള്ളവർക്കും നമുക്ക് ഭരണം കിട്ടാനുള്ളതാണ്, ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മോശമാവും, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പാർട്ടി കുടുംബങ്ങൾക്കകത്ത് ക്രോസ് വോട്ടിങ്ങിന് നിർദ്ദേശം കൊടുത്താൽ BJPക്ക് അവിടെ കയറാം. അല്ല, അതൊരു സാധ്യതയില്ല. മലമ്പുഴയിൽ പ്രഭാകരൻ തന്നെ വീണ്ടും ജയിക്കും. കൃഷ്ണകുമാറിന് നല്ലൊരു ഫൈറ്റ് പോലും കാഴ്ചവെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മലമ്പുഴയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കാട് മലമ്പുഴയിലൊക്കെ ഉണ്ടായിരുന്ന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലമ്പുഴയിൽ 2011 വരെ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു. 2016 ആകുമ്പോഴത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് BJP വരുന്നു. BJPയും UDFും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതോടൊപ്പം ഒപ്പം തന്നെ CPMും BJPയും തമ്മിലുള്ള അന്തരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംഭവമുണ്ട്. അവിടെ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് VSന് 2006 കിട്ടിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പ്രഭാകരൻ തന്നെ മത്സരിച്ചാൽ എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പ്രഭാകരൻ മാറിയിട്ട് CK രാജേന്ദ്രനെ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹം മുമ്പ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 2 തവണ പിന്നെ MLA ആയ ആളാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഒക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമില്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് മലമ്പുഴയിലേക്ക് ഉയർന്നു വന്നപ്പം പ്രഭാകരൻ 10-15 വർഷമായിട്ട് മുമ്പേ പരിഗണിക്കപ്പെട്ടിട്ട് വീണ്ടും അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിനകത്ത് കാവ്യനീതിയില്ലായ്മ കൊണ്ട് മാറി നിന്നതാണ്. CKRനെ നിർത്തിയാൽ ആ മണ്ഡലത്തിൽ പിടിച്ചെടുത്താൽ CKR മന്ത്രിയായിട്ട് വരും എന്നുള്ളതാണ് ആ മണ്ഡലത്തിൻ്റെ സ്ഥിതി. നമ്മൾ മലമ്പുഴ പറഞ്ഞു, പാലക്കാടിൻ്റെയും പറഞ്ഞു. പാലക്കാടിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് അവർക്ക് പ്ലേസ് ചെയ്യാവുന്ന ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നിട്ടാൽ BJP വേറെ ട്രെൻഡിലേക്ക് പോകും. അതിനു മുമ്പ് ഇവൻ രാജിവെക്കുകയും ചെയ്യും. ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റേ എന്താ പറയുക, CPMനകത്തുനിന്നും കോൺഗ്രസിനകത്തുനിന്നും ഒക്കെ വോട്ട് സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് നേതാവാണ്. അപ്പം ശോഭാ സുരേന്ദ്രൻ അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ചിത്രം മാറും. ഇപ്പോൾ 21 പൂട്ടിയ അക്കൗണ്ട് വീണ്ടും അത് പല സ്ഥലത്തും അക്കൗണ്ട് പിന്നെ ഇത്തവണ പിന്നെ സാധ്യതകളുണ്ട്. നേമത്ത് തന്നെ റീഓപ്പൺ ചെയ്യും. വേറെ പലയിടത്തും കൂടെ പിടിക്കാൻ സാധ്യതയുണ്ട്. അമ്പലപ്പുഴയിൽ സാധ്യതയുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ സാധ്യതയുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ സാധ്യതയുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും സാധ്യതയുണ്ട്. ഈവൻ കാസർഗോഡ് പോലും എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നിടുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം കുറച്ചുകൂടെ രൂക്ഷമാവും. പക്ഷേ സരിനെ ആയിരിക്കും വീണ്ടും ഇടതുപക്ഷം ഇറക്കുക. CPMനോട് സ്കോപ്പില്ല. നിലവിൽ CPM അവിടെ ജയിക്കാൻ പോകുന്നില്ല. 3ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ CPMൻ്റെ വോട്ട് മുഴുവൻ CPMൻ്റെ പെട്ടിയിൽ വീഴണം. അതേസമയം ക്രോസ് വോട്ടിംഗ് നടത്താൻ തീരുമാനിച്ചാൽ UDFന് ഒരുമായിട്ട് ടൈറ്റ് ഫൈറ്റ് വരുന്നു എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ക്രോസ് വോട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ 3ാം സ്ഥാനത്തേക്ക് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കും. ഒരു സീറ്റ് 3ാം സ്ഥാനത്ത് പോയാലും സംസ്ഥാനം ഭരിക്കാൻ കിട്ടുമല്ലോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDF വളരെ സംഘടനാപരമായിട്ട് ദുർബലമാണ്. അവിടെ BJPക്ക് പണ്ടേ സംഘടനയുണ്ട്. ഉദയഭാസ്കർ ഏതോ 2004 ലോക്സഭയിലേക്ക് മത്സരിച്ച് നന്നായിട്ട് വോട്ട് പിടിച്ച സ്ഥലമാണ് അവിടെ, ഇത്രയും ശക്തിയായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ്. പിന്നുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്താല മണ്ഡലമാണ്. തൃത്താല മണ്ഡലം കാലങ്ങളായിട്ട് മാറി മറിഞ്ഞുമൊക്കെ പലരും വന്നിട്ടുണ്ട്. KK ബാലകൃഷ്ണൻ ഉൾപ്പെടെ അവിടെ നിന്ന് മത്സരിച്ചിട്ട് കോൺഗ്രസിന് വേണ്ടി വിജയിച്ചിട്ടുണ്ട്. എവിതാമി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തിന് മാറി മറിഞ്ഞൊക്കെ വന്നു. പക്ഷേ 2011 തെരഞ്ഞെടുപ്പ് വോട്ടാണത് VT ബലറാമിൻ്റെ മണ്ഡലമാവുന്നത്. 11-ലും 26-ലും അവിടെ നിന്ന് ബലറാം, 2011-ലും 16-ലും അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. 11-ന് അദ്ദേഹം പിന്നെ സുബൈദ ഇസ്ഹാഖിനെ പരാജയപ്പെടുത്തുന്നു. 16-ൽ അദ്ദേഹം മമ്മിക്കുട്ടിയെ, ഇപ്പോഴത്തെ ഷൊർണൂർ MLA സുബൈദ ഇസ്ഹാഖ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, രണ്ടുപേരെയും പരാജയപ്പെടുത്തിയിട്ട് വിജയിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു മതപ്രീണന നയവും, അതായത് നമ്മൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വർഗീയ ശക്തികളോടും ഒരേപോലെ എതിർക്കുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യുന്ന അതാ. അത് ഒരു വർഗീയത നല്ലത്, മറ്റേ വർഗീയത പിന്നെ മോശം എന്നുള്ള രീതിയിൽ ഈ VT ബലറാം പരാജയപ്പെടാണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് പാവങ്ങളുടെ പടത്തലവനാണ് AKG എന്ന് പറയുന്നത്. അത് AKGയെ കോൺഗ്രസ്സുകാരും ബഹുമാനിക്കുന്നുണ്ട്, CPMകാരും ബഹുമാനിക്കുന്നുണ്ട്, എല്ലാ ജാതി മതസ്ഥരും രാഷ്ട്രീയ പാർട്ടിയിലുംപ്പെട്ട ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. ആ AKGയെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു പരാമർശം VT ബലറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയല്ല, അതല്ല അവിടെ വോട്ടുണ്ടായത്. പിന്നെ RSSന്റെ ക്രോസ് വോട്ടിംഗ് ആണ്. RSSന്റെ അന്നത്തെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബലറാമായിരുന്നു. RSSന് ഇപ്പം RSSന്റെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളത് ബലറാമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, M സ്വരാജുണ്ട്. അത് ഈ ബലറാം ഇപ്പം കുറച്ച് മയപ്പെട്ട് നിൽക്കുന്നതാണ്. ബലറാമിന് മനസ്സിലായി. കാരണം കേരളത്തിൽ എവിടെ നിന്നാലും ഈ
പക്ഷേ ഈ AKGക്കെതിരെ വന്ന ആ ഒരു പ്രസ്താവന അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പം ഈ പാർട്ടി നോക്കാതെ ഇപ്പൊ പാർട്ടി CPM അനുഭാവികളായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ചില ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോട് ആരാധന വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്, ഈ CPM അനുഭാവികളായിട്ടുള്ള ആളുകളും. അപ്പോൾ അതേപോലെ തന്നെ ഈ CPM അനുഭാവികളായിട്ടുള്ള പലർക്കും VT ബലറാമിനോട് ഒരു ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആരാധന പോകാൻ കാരണം എന്താ വെച്ചാൽ ഈ AKGയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ മോശമായ ഒരു പരാമർശമായിരുന്നു, ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു പരാമർശം അയാൾ നടത്തി എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഒരു കാരണമായിരിക്കാം അത്. തൃത്താലയിലുള്ളൊരു വിഷയമാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. റജീനയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. തൃത്താലയിൽ പക്ഷേ ശങ്കുട്ടിദാസിനെ പോലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും അവരുടെ ചാനൽ മുഖമാണ് RSSന്റെ വോട്ട് ഇപ്പുറത്തോട്ടങ്ങ് മറിച്ചു കൊടുത്തു MP രാജേഷിന്. കാരണം ബലറാമിനെ നിയമസഭ കാണിക്കാതിരിക്കുക, കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെയും സുളാപ്പികളുടെയും എല്ലാം വേദികളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ ബലറാമിനൊരു ഒതുക്കവും അടക്കവും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഭാര്യ ഉണ്ടാക്കുന്ന കഴിക്കുന്നത്, മറ്റേത് ഫേസ്ബുക്കിൽ ഇരുന്നായിരുന്നു കഴിക്കുന്നത്. ഇപ്പം ലഞ്ച് പുറത്താണെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കും, മറ്റേത് അതും ഫേസ്ബുക്കിലായിരുന്നു കഴിക്കുന്നത്. ഇപ്പം പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതും ഫേസ്ബുക്കിലായിരുന്നു, കാരണം വിസർജനമാണല്ലോ അത്യാവശ്യം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ നിർത്തി കുറച്ച് മാന്യതയുടെ വഴിയിലേക്ക് ബലറാം മാറിയിട്ടുണ്ട്. MP രാജേഷ് തന്നെ വീണ്ടും നിൽക്കുകയാണെങ്കിൽ ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്, വലിയ മാർജിനാണ് അവിടെ, വലിയ ലീഡ് അവിടെ ലീഗ് നേടിയിട്ടുണ്ട്, അവിടെ സംവിധാനം നേടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നല്ല ടൈറ്റ് ഫൈറ്റ് നടത്തും, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. മന്ത്രി എന്ന രീതിയിൽ MP രാജേഷിന് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയത്തില്ല. മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അങ്ങനെ സ്റ്റേറ്റ് മുഴുവൻ പോകണം, അല്ലാത്ത MLA-മാരെ പോലല്ല. പക്ഷേ പാർട്ടി അവിടെ കൃത്യമായിട്ട് ആ പണി എടുക്കുന്നുണ്ടെന്നുള്ളതാണ്, CPM എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഇവിടെ തൃത്താല എത്താൻ സാധ്യതയുണ്ട്. BJP വീണ്ടും ക്രോസ് വോട്ടിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വോട്ട് അവർക്ക് തന്നെ വീണ് കഴിഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വോട്ട് LDFന് കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെയും ടിങ് ഡോങ് പിന്നെ ഗോപി വരച്ചിരിക്കേണ്ടി വരും ബലറാം. അതോടുകൂടി ബലറാമിൻ്റെ രാഷ്ട്രീയ ഭാവിയും അസ്തമിക്കും. പിന്നീട് ബലറാമിന് 2 വട്ടം തുടർച്ചയായിട്ട് തോറ്റു കഴിഞ്ഞാൽ പിന്നീട് അവസരമില്ല എന്നുള്ളതാണ്. പിന്നീടുള്ളത് പട്ടാമ്പിയാണ്. പട്ടാമ്പി മുഖസിന് 2 ടേമായി CPIയുടെ. നമുക്കറിയാം JNUവിൻ്റെ പ്രൊഡക്റ്റാണ്. JNUവിൽ പിന്നെ നമ്മുടെ കനകകുമാറിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നപ്പം റൈറ്റ് ഹാൻഡായിട്ട് കൂടെ ഉണ്ടായിരുന്നതാണ്. കനകകുമാർ പിന്നെ ചെറുപ്പിഞ്ചിലെ പടുത്തതിൻ്റെ അസുഖങ്ങളെല്ലാം കാണിച്ച്, ഇല്ലെങ്കിൽ കനകകുമാർ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന കെൽപ്പുള്ളൊരു നേതാവിനെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആസാദി മുദ്രാവാക്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ രോമണീറ്റ് നിന്ന് പോയിട്ടുണ്ട്. ഭയങ്കര ആവേശത്തോടുകൂടി ഞാനൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നല്ലേ ഇവനങ്ങ് അഹങ്കാരിയായിപ്പോയി. അഹങ്കരിച്ച് ഇപ്പം തെക്ക് വടക്ക് നോക്കി നടക്കുക. കോൺഗ്രസിൽ പോയി ചേർന്നാന്ന് തോന്നുന്നു അല്ലേ അവസാനം. അത് കേട്ട് പക്ഷേ പ്രചാരണ രംഗത്തൊക്കെ ഉണ്ട്. പക്ഷേ കനകകുമാറിൻ്റെ ഒക്കെ അന്നത്തെ ആ ലെവലിൽ പോയിരുന്നെങ്കിൽ കനകകുമാറിനെയൊക്കെ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് പോലും രാജ്യസഭയിലേക്ക് CPIക്ക് ഒഴിവന്ന സമയത്ത് കൊണ്ടുപോകാൻ ഒരു സാധ്യതയുണ്ടാവുമായിരുന്നു. അതില്ലാതാക്കി കളഞ്ഞു. പാർലമെൻറ്റിലൊക്കെ പോയാൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു. നല്ല നാക്കും ഭാഷ ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിനകത്ത് ശുദ്ധത ഉണ്ടാവണം, രാഷ്ട്രീയത്തിൽ സത്യസന്ധത ഉണ്ടാവണം. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്ന വേറെ ഏർപ്പക്കാരനായുള്ള കനകകുമാറിനും പറ്റിപ്പോയത് പിഞ്ചിലെ പെടുത്തതിൻ്റെ. മുഖസിൻ പക്ഷേ ആ കുഴപ്പങ്ങളില്ലാതെ പക്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. മുഖസിൻ നല്ല അടിയറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. CPMൻ്റെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ആ ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയ്ക്കകത്ത് തൃത്താലയിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ അവരുടെ ഗ്രൂപ്പ് ചർച്ചയ്ക്കകത്തുള്ള ആളുടെ പൊതു ചർച്ചയിൽ വെക്കുക. അവരാവശ്യപ്പെട്ടു മുഖസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി നേതൃത്വം CPIയോട് ആവശ്യപ്പെടണമെന്നാണ്. ബിനോയ് വിശ്വം ഏറെക്കുറെ ഇപ്പോൾ സമ്മതിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്, CPIയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. കാരണം KE ഇസ്മായിലിൻ്റെ ഒക്കെ ഒരു ശിഷ്യനാണ്. അതേ കാറ്റഗറിയിൽപ്പെട്ട പുതിയ തലമുറയിലെ അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാൾ. KE ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ പഴയ തലമുറയിൽപ്പെട്ടതാണ്. ആ തലമുറയിൽ ഇനി ആരുമില്ല. ബാക്കി കൂടെയുള്ള വെളിയും PKV എല്ലാവരും, എന്നിവരെല്ലാം, പഴയ ചന്ദ്രശേഖരൻ എല്ലാവരും മരണപ്പെട്ടു പോയി, ശ്രീനിവാസൻ, VV രാഘവനൊക്കെ. പിന്നെ സെക്കൻഡ് ജനറേഷനിൽ പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എബോവ് 50 നിൽക്കുന്ന, ഒരു 70ക്ക് താഴെ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ VS സുനിൽകുമാറിനെ പോലെയൊക്കെയുള്ള നല്ല സഖാക്കളുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനും താഴോട്ട് വരികയാണെങ്കിൽ 50-ന് താഴെ ഉള്ളതിൽ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് PS സുബാലും, പിന്നെ നമ്മുടെ പുനലൂരെ, അതേപോലെ തന്നെ മുഹസിനും. ആ കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. മുഖസിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നിലവിൽ ഇടതുമുന്നണിക്ക് അവിടെ ഇല്ല. CPIക്ക് മുഖസിനെ മാറ്റിയാൽ ആ സീറ്റ് UDF തൂക്കും. അത് ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, CPIക്ക് ബോധ്യമുണ്ടെങ്കിൽ, CPIക്കാർ പൈസ മേടിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥി നടന്ന് ഇവന്മാർക്ക് ഈ 1 കോടി 2 കോടിയൊന്നും വേണ്ട. പിന്നെ ജില്ലാ നേതാവ് സുരേഷ് രാജിനും അതേപോലെ ഈ രാജ്യസഭാ അംഗം സുനീറിനും ഒക്കെ 10-20 ലക്ഷം രൂപ കൊടുത്താൽ പോലും മേടിക്കുന്നത്. അതുപോലും മേടിച്ചിട്ട് സീറ്റ് വയ്ക്കാൻ തയ്യാറാവും. അപ്പം മുഹസിൻ ജയിക്കും. പകരം വെക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ് അവിടെയുള്ളൊരു പ്രശ്നം. വേറെ ഫേസ് ഇല്ല. മണ്ണാർക്കാട് സംഭവിച്ചതാണ്. മണ്ണാർക്കാട് ജോസ് ബേബി നിന്നപ്പം മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ വരെ ആയതാണ്. കാരണം കുടിയേറ്റ കർഷകർക്കിടയിൽ ജോസ് ബേബിക്ക് പിന്നെ അവിടെ കുടിയേറ്റ കർഷകരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഷംസുദ്ദീനാണല്ലോ. മണ്ണാർക്കാട് ഷംസുദ്ദീൻ ഇപ്പം 3 ടൈം പൂർത്തീകരിച്ചു. പിന്നെ ജോസ് ബേബി നിന്നപ്പോൾ ജോസ് ബേബിയുടെ സിറ്റിംഗ് സീറ്റിലാണ് പിന്നീട് ജോസ് ബേബി മാറി പിന്നെ ഷംസു വരുന്നത്. പിന്നെ വന്നിട്ട് ഈ സുരേഷ് രാജിനാണ് മത്സരിക്കേണ്ടത്. സുരേഷ് രാജിന് എല്ലായിടത്തും പോയിട്ട് മത്സരിക്കണം.
സുരേഷ് രാജിന് സി പി ഐക്കാരും വോട്ട് ചെയ്തില്ല, സി പി എമ്മുകാരും വോട്ട് ചെയ്തില്ല, ഒന്നുമില്ല. അത് മാത്രമല്ല ഷംസും പി കെ ശശിയും തമ്മിലുള്ള ഡീലിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മുൻ ഷൊർണൂർ MLA ഷൊർണൂരിൽ ലീഗിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള വല്ലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലീഗിൻ്റെ വോട്ട് പി കെ ശശിക്ക് കൊടുത്തു. പി കെ ശശിയേട്ടന് സ്വന്തമായിട്ട് ഫാൻസ് ഉണ്ട്. ആ ഫാൻ വോട്ടുകൾ ഇപ്പുറത്ത് ഷംസുദ്ദീനും കൊടുത്തു. അങ്ങനെയുള്ള ചില ധാരണകളുണ്ടായിരുന്നു. ജോസ് ബേബിയെ കൊണ്ടുവന്ന് നീണ്ടു നിർത്തുകയാണെങ്കിൽ അവിടെ അത്ര എളുപ്പമായിരിക്കത്തില്ല മുസ്ലിം ലീഗിനെന്നുള്ളത്. ആ സീറ്റ് വേണമെങ്കിൽ LDF പിടിച്ചെടുക്കാം. ശക്തമായ ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കാൻ അവർക്ക് ഇനിയുള്ള മാസങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കഥ തീർന്നു. അഹങ്കാരം കാണിച്ചു പോയി കഴിഞ്ഞാൽ കഥ തീർന്നു. കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയോട് കൂടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടിത്തട്ടി പണിയെടുത്താൽ പിന്നെ ജോസ് ബേബി ആണെങ്കിൽ ജോസ് ബേബിക്ക് അവിടുത്തെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലമോ കേരളത്തിൽ ഏറ്റവും എത്തിപ്പെടാൻ ദുഷ്കരമായിട്ടുള്ള പ്രദേശങ്ങളുള്ളതാണ്. കാരണം ഈ അട്ടപ്പാടി ഷോളയൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്യണം. അങ്ങനെ പോകേണ്ട സ്ഥലമാണ്. ഒരു മണ്ഡലം കവർ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ 1 മണിക്കൂർ മതി. ഇത് ഒരു മണ്ഡലം കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മെനക്കെട്ടാൻ നടക്കത്തില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. അപ്പം ജോസ് ബേബി തിന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ആദിവാസിയെയും അതേപോലെ തമിഴ് വംശജനായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമുണ്ട്. സംഘടനാപരമായി അവിടെ UDFും LDFും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥലമാണ്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. അത്രയും ശക്തമായിട്ടുള്ള സംഘടനാ സ്വാധീനം നമ്മുടെ LDFനുണ്ട്. അപ്പം അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവർ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനനുസരിച്ച് മാത്രമേ അവിടെ പറയാൻ പറ്റുള്ളൂ. ഈ മണ്ണാർക്കാടിൻ്റെ കാര്യം. പിന്നെ ഷൊർണൂരിലേക്ക് വന്നാൽ പി കെ ശശി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. എം.ആർ. മുരളി ഇടക്കാലത്ത് അവിടെ 2008 DYFയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ, പാർട്ടിയുടെ DC മെമ്പർ ആയിരിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പലർത്തി UDFന്റെ ഒപ്പം ചേർന്ന് അവിടെ സേവ് CPM ഫോറം പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. പിന്നെ കൗൺസിലർമാരിലെ ബഹുഭൂരിപക്ഷത്തെ അടർത്തിയെടുത്ത് അദ്ദേഹം അവിടെ വൈസ് ചെയർമാൻ ആവുന്നു. അങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ CPM തിരിച്ചെടുക്കുന്നു. പറയുമ്പോൾ പിണറായി വിജയനെയും EP ജയരാജനെയും വിളിക്കാത്ത തെറികളില്ല. എന്നിട്ട് പോലും അത് ക്ഷമിച്ച് തിരിച്ചെടുക്കുന്നു. എം.ആർ. മുരളി നല്ലൊരു ഓർഗനൈസറാണ്. തിരിച്ച് നേരിട്ട് DC എടുക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കുന്നു. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പി കെ ശശി മത്സരിച്ച് വിജയിച്ച വല്ലപ്പുഴയ്ക്ക് ഉൾപ്പെടെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഇപ്പോഴത്തെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള KS അലീഗ 10-12,000 വോട്ടിനാണ് ജയിച്ചത്. അത് 20,000-ന് മേളിലായിട്ട് പി കെ ശശി വർദ്ധിപ്പിച്ചു. ആ പി കെ ശശി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് 2021 സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ, പ്രത്യേകിച്ച് തീവ്രത കുറഞ്ഞ പീഡനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ ശശിയേട്ടൻ മാറിയുന്ന സമയത്ത് മമ്മിക്കുട്ടിയാക്ക അവിടെ വരുന്നു. തൃത്താലയിൽ 2016 മത്സരിച്ച് പരാജയപ്പെട്ട CIT നേതാവ് മമ്മിക്കുട്ടിയാക്ക നമ്മളെ CC മുകുന്ദനെ കുറിച്ച് CPIയിലെ നാട്ടികയിലെ MLA കുറിച്ച് പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട സഖാവാണ്. സാധാരണ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ട്രേഡ് യൂണിയൻ രംഗത്താണ് പ്രവർത്തനം. മമ്മൂട്ടിയാക്ക മത്സരിച്ചപ്പോൾ ബുദ്ധിമുട്ടാവുമോ ടെൻഷൻ സഖാക്കൾക്കുണ്ടായിരുന്നെങ്കിലും 30,000 വോട്ടിലെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പം മമ്മിക്കുട്ടി തന്നെ വീണ്ടും അവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല വോട്ടിന് ജയിക്കും. ഇനിയിപ്പോൾ അതല്ല വല്ല KS അലീഗ വല്ലതും കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പിന്നെ മുസ്ലിം വനിതാ മന്ത്രി വരട്ടെ മന്ത്രിസഭയിൽ എന്നൊക്കെയുള്ള ഇതിൽ വരികയാണെങ്കിലും മമ്മിക്കുട്ടിയാക്കി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. അങ്ങനെയൊന്നുള്ള സ്ഥാനമോഹം ഒന്നും ഉള്ള ഒരാളല്ല. ഷൊർണൂർ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല UDFൽ. ആകെ അവർക്ക് നിലവിൽ ഉറപ്പ് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ജോസ് ബേബി നിന്നില്ലെങ്കിൽ മണ്ണാർക്കാട് മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. മോഹസിൻ നിന്നില്ലെങ്കിൽ പട്ടാമ്പി പറയാം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി നിൽക്കാതിരിക്കുകയും CPM ക്രോസ് വോട്ടിങ് നടത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഉള്ള സ്ഥിതി മാറും. അടുത്തത് ഒറ്റപ്പാലത്തും വലിയ പ്രശ്നം LDFനുണ്ടാവാൻ സാധ്യതയില്ല. ഒറ്റപ്പാലത്ത് ഒരു പക്ഷേ പി കെ ശശി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഹരിമാഷ് എന്ന് പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കാനാണ് UDF തീരുമാനങ്ങളെടുത്തും ധാരണയെടുത്തും നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പാലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്ത് ഹരിമാഷ് അങ്ങനെ നിൽക്കുമ്പോഴും ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് മണ്ണാർക്കാട്ടുകാരനായി അറിയപ്പെടുന്ന പി കെ ശശിയുടെ വീട് നിൽക്കുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പഞ്ചായത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തെ അവസാന ഘട്ടത്തിൽ UDFുമായിട്ട് യോജിച്ച് പോവുകയും ലാസ്റ്റ് ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്രയും എൻജോയ് ചെയ്തതിന് ശേഷം അവസാനം ഇപ്പം ഒരു മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് KTDCയുടെ ചെയർമാൻ സ്ഥാനം. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്തതിന് ശേഷം കാരണം മസ്കറ്റ് ഹോട്ടലിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് താമസിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ വന്ന ബോൾഗാട്ടി പാലസിൽ പോയിട്ട് താമസിക്കാം. ചെയർമാനുള്ള എല്ലാ ഫെസിലിറ്റീസ്, അതായത് നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് താമസിക്കണമെന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഔട്ട് ഓഫ് കേരളയിലും ഉണ്ട് ഇവരെ സംവിധാനങ്ങൾ. നമ്മൾ പോയിട്ടൊരു സ്ഥലത്ത് 50,000 1,00,000 രൂപ ഒരു ദിവസം വാടക കൊടുത്ത് താമസിക്കേണ്ടുന്ന അതേ സൗകര്യം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. മന്ത്രിമാരെക്കാൾ വലിയ പ്രിവിലേജ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അപ്പം അത് പരമാവധി പിന്നെ എൻജോയ് ചെയ്തിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ പിന്നെ അങ്ങോട്ട് മാറി ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥി ആയാൽ അത്ഭുതപ്പെടാനില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ഒക്കെ ഉണ്ട്, സ്വന്തമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഹരിമാഷ് അവിടെ നിൽക്കും. പക്ഷെ ഒറ്റപ്പാലം എനിക്ക് തോന്നുന്നില്ല. സരിൻ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്താണ് മത്സരിച്ചത്. ഒറ്റപ്പാലത്ത് എന്തായാലും കുറെ കാലം ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സ്ഥിതിക്ക് സരിന് ഒരു 10 പേരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമല്ലോ. സാരമായിട്ട് കാണണ്ട. ഒറ്റപ്പാലം LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. പിന്നീട് ഇനിയിപ്പോൾ പറയാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോങ്ങാട് മണ്ഡലമാണ്. കോങ്ങാട് മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലം തന്നെയാണത്. അത്ര ചെറിയ മണ്ഡലമല്ല. ടൈറ്റ് ഫൈറ്റ് വരും. LDF അവസാന ഘട്ടത്തിൽ ജയിച്ചു പോരും. CPMന്റെ മണ്ഡലം ആണ്. അവിടെ ഈ കാഞ്ഞിരപ്പുഴ
ഡാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്, 2002 പോയതാണ്, 23 വർഷം മുമ്പ്. നല്ല രസമുള്ള, നല്ല നാച്ചുറലായിട്ടുള്ള, നമ്മൾ മറ്റ് ഡാമുകളിൽ പോകുന്ന പോലെയല്ല. അപ്പോൾ ആ ഡാമിൻ്റെ സാധ്യതകൾ ആരും ഇതുവരെ അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്താൻ പറ്റുന്നത്, കാരണം പോകുന്ന വഴി തന്നെ അങ്ങനെയാണ്. പല ഡാമുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൽ പോകുന്നു, ബീച്ച് ഡാമിൽ പോകുന്നു ഒക്കെ പോകുന്ന പോലെയല്ല. ഇതൊരു പ്രത്യേക അന്തരീക്ഷത്തിലുള്ള, ഗ്രാമാന്തരീക്ഷത്തിലുള്ള പശുവാടും കോഴിയും ഇതൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന അങ്ങനെ ഉള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളതാണ്. കാഞ്ഞിരപ്പുഴ ടൂറിസം പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ അവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കോങ്ങാട് നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്നാണ്. അത് സമീപ മണ്ഡലങ്ങളിലും ബാധിക്കാൻ, അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് ബാക്കിയുള്ളവരും മാറും. തരൂർ മണ്ഡലം അത് സംവരണ മണ്ഡലമാണ്, നമ്മുടെ AK ബാലൻ മത്സരിച്ച് വിജയിച്ചിരുന്ന മണ്ഡലമാണ്, ഒരു CPM മണ്ഡലം തന്നെയാണ്. അവിടെയും വലിയ അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ല. നെന്മാറ മണ്ഡലത്തിലും പിന്നെ വലിയൊരു, നെന്മാറയിൽ ബാബു ഇപ്പോൾ 2 തവണ മത്സരിച്ച് വിജയിച്ചതാണ്. നെന്മാറയിൽ ബാബുവിന് ഇനി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയില്ല. എനിക്കൊന്ന് പുതിയൊരാൾ വരും, പുതിയൊരാൾ വന്നാലും അവിടെ നിർത്താൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരക്കാരനായ കേന്ദ്ര കമ്മിറ്റി അംഗം ആലത്തൂർ MP K. രാധാകൃഷ്ണനാണ് പാലക്കാട് ജില്ലയുടെ ചുമതല കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. K. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ സഖാവാണ്. മറ്റേ കരുവന്നൂർ കേസിലൊക്കെ പോയി കുടുങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AC മൊയ്തീനെ പോലെയുള്ള വൃത്തിയേട്ടവന്മാരുള്ളതുകൊണ്ട് പോയി കുടുങ്ങിയതാണ്. അല്ലാതെ ഈ പാവത്തിന് അതിനൊന്നും പോകത്തില്ലെന്ന് നമുക്കറിയാം. ശുദ്ധനായ നല്ല കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയുള്ള ആളാണ് K. രാധാകൃഷ്ണൻ. 19 മണ്ഡലങ്ങളിലും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോഴും പിന്നെ UDFൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ആലത്തൂർ പിടിച്ചെടുക്കുകയും കയ്യിലുള്ള സിറ്റിംഗ് സീറ്റ് ആലപ്പുഴ നഷ്ടപ്പെട്ടപ്പോൾ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ്. അതും പാട്ടും പാടി ജയിച്ചിരുന്ന രമ്യ ഹരിദാസിനെ പാട്ട് പാടാതെ തോൽപ്പിക്കാൻ കഴിഞ്ഞ ഒരാളാണ് K. രാധാകൃഷ്ണൻ. അപ്പോൾ K. രാധാകൃഷ്ണൻ അതുമാത്രമല്ല, ചേലക്കരയിൽ അദ്ദേഹം മത്സരിച്ചു ഒരു പ്രാവശ്യവും പരാജയപ്പെട്ടിട്ടില്ല. സ്പീക്കറായി, മന്ത്രിയായി, എല്ലാമായി 32 വയസ്സിൽ മന്ത്രിയായതാണ്. ഒരു നല്ല കർഷകനും കൂടിയാണ്. സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരാളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഭാവിയിൽ വരാൻ യോഗ്യനായ, ദളിത് ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ വരേണ്ട ഒരാളാണ്. K. രാധാകൃഷ്ണൻ സൗമ്യനായ കമ്മ്യൂണിസ്റ്റുമാണ്, ആർക്കും ആക്സസ് ഉണ്ട്, ജാടയില്ല. അപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും ഇദ്ദേഹവും എന്ന് പറഞ്ഞാൽ നല്ല ടീം വർക്ക് അവിടെയുണ്ട്. CK രാജേന്ദ്രനും, CK രാജേന്ദ്രൻ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നുള്ള ചുമതലയുള്ള ആളാണ്. ഈ 3 പേരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലയിലെ പാർട്ടി അംഗം ഏതവൻ വന്നാലും പോയാലും ശരി, ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജില്ലാ കമ്മിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. തരൂർ സംവരണ മണ്ഡലമാണ്, അവിടെയും വലിയ അത്ഭുതമാണ്. ചിറ്റൂർ ഇപ്രാവശ്യം K. കൃഷ്ണൻകുട്ടി മത്സരിക്കില്ല എന്ന് പറഞ്ഞു. ചിറ്റൂരിനെ കുറിച്ച് പറഞ്ഞതുപോലെ ശശീന്ദ്രൻ ആ സീറ്റ് അങ്ങ് CPM ഏറ്റെടുത്ത്. കാരണം ശശീന്ദ്രൻ അവിടെ 10 വോട്ടുണ്ടോ ഇല്ല. ചിറ്റൂര് കൃഷ്ണൻകുട്ടിക്ക് സ്വന്തമായിട്ട് വോട്ടുണ്ട്. 2 പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. അതേ പറഞ്ഞത്. അതായത് അവിടെ കൃഷ്ണൻകുട്ടി വലിയ പ്രമാണിയാണ്, ഒരു ജന്മിത്ത സ്വഭാവം നിലനിന്നൊരു സ്ഥലമാണ്. അവിടെ അച്യുതനും ഇത് തന്നെയാണ്. 2 പേരും തോക്കും കയ്യിൽ വെച്ച് നടന്നിരുന്ന കാലമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തും കൊലയൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലമാണ്. അത് പുറം ലോകം അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. വലിയ വാർത്ത, കണ്ണൂരേക്കാൾ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയും മർദ്ദനങ്ങളും കൈയും കാലും തല്ലിയൊടിക്കലും ഒക്കെ നടന്നിരുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ അടി കൊണ്ടിട്ടുള്ളത് CPM-കാർക്കാണ്. അച്യുതൻ്റെ ടീമിൻ്റെ അടുത്തും കിട്ടും, പിന്നെ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയുടെ ടീമിൻ്റെ അടുത്തും കിട്ടും. CPM-ൻ്റെ ആൾക്കാർ എളിയിൽ കത്തിയെങ്കിലും വെച്ചിട്ട് റിവോൾവർ വെച്ച് നടന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. പാടത്ത് പോയി കിടന്നുറങ്ങുക, വീട്ടിൽ കിടക്കാൻ പറ്റാണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്നും എവിടെങ്കിലും ഒരു വെട്ടോ കുത്തോ നടക്കാത്ത സ്ഥലമായിരുന്നു. അവിടെ ഇന്ന് CPM-ന് സ്വന്തമായിട്ട് നിന്ന് ജയിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സംഘടനാ സംവിധാനം എത്തി. അവിടെ ശരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി സുരേഷ് ബാബുവാണ് സത്യത്തിൽ. ഞാനിപ്പോൾ അവിടെ ചെന്നപ്പം, പക്ഷെ അത് ജനതാദളിന്റെ കൊടുക്കത്തുള്ളൂ. ജനതാദളിന്റെ അവിടെ അങ്ങനെയല്ല. അതായത് പിന്നെ ഒന്ന് അച്യുതേട്ടൻ്റെ മകൻ സുമേഷ് തന്നെ അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയാവും. സുമേഷ് കഴിഞ്ഞോളം മത്സരിച്ച് ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ കൃഷ്ണൻകുട്ടിക്ക് പകരം ആര് എന്നുള്ള ചോദ്യം, കൃഷ്ണൻകുട്ടി ഇനി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച്, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇനി രാഷ്ട്രീയത്തിലേക്കില്ല, വിരമിക്കുകയാണ്, പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറുകയാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട്. പക്ഷേ റീപ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ സജീവമായിട്ട് മണ്ഡലത്തിലുണ്ട്. പിന്നെ അതല്ലാതെ CPM ആ സീറ്റ് ഏറ്റെടുത്താൽ സുരേഷ് ബാബുവിനെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, CKR മത്സരിക്കുന്നില്ല എന്ന കടും ഭാഷയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു വട്ടം മന്ത്രിയെ അവർക്ക് വീണ്ടും മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളത് തീരുമാനിച്ചതാണല്ലോ കഴിഞ്ഞ തവണ തന്നെ. അപ്പോൾ MP രാജേഷ് പിന്നെ വരുന്നില്ല. പിന്നെ മന്ത്രിയാക്കാൻ പറ്റുന്ന ഒരാളാണ്. സലീഗ വരികയാണെങ്കിൽ ഓക്കെ, ഷൊർണൂരിൽ നിന്ന് മമ്മിക്കുട്ടി സഖാവിനെ മാറ്റിയിട്ട് സലീഗ വരികയാണെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ സുമേഷും നല്ല കാര്യം തന്നെ കേട്ടോ. അച്യുതേട്ടനും മോശം ജയിക്കത്തില്ല. കാരണം അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. മുമ്പ് ഇടതുപക്ഷ മണ്ഡലം എന്ന് പറയാം. അല്ല, 2011 മുമ്പ് ഇടതുപക്ഷം എന്ന് പറയായിരുന്നു. ഇപ്പൊ CPM ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. 2008 മണ്ഡല പുനഃക്രമീകരണത്തോടുകൂടി അത് പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ മണ്ഡലമായിട്ട് മാറിയിട്ടുണ്ട്. അത് കേരളത്തിൽ 2011 ശേഷം ചിറ്റൂര് കോൺഗ്രസ് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല 2011 മാത്രമാണ് 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ, ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ പിന്നെ 2 സീറ്റായിട്ട് മാറി UDF ജയിച്ചത്. 2008 മണ്ഡല പിന്നെ നിർണയം നടന്നപ്പം ഇവരവിടെ ഒരു ഹോംവർക്ക് നടത്താതെ ചായ കുടിച്ചു പോയിരുന്നു കോൺഗ്രസ്സുകാർ. MP ഗംഗാധരൻ കോൺഗ്രസിന്റെ ആൾക്കാർ അങ്ങനെ പോയിരുന്നു.
മറ്റൊരു അടിത്തട്ടിൽ നിന്ന് പണിയെടുത്ത് ഏതൊക്കെ എങ്ങോട്ടൊക്കെ വെട്ടണം, എങ്ങനെ ഏത് ഇലക്ഷൻ നടന്നാലും ശരി ഇവർക്ക് ഇത്രയും സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുന്ന രീതിയിൽ LDF പണിയെടുത്ത് പോയി. മറ്റവന്മാർ വായി നോക്കികളായിട്ടിരുന്നേച്ച് പോയി. അതാണ് പറ്റിപ്പോയത്. അതാണ് ഇവർക്ക് പറ്റിയ രാഷ്ട്രീയ അബദ്ധം. ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ലല്ലോ, അടുത്തൂടെ പോയിട്ടില്ലല്ലോ. CKR മത്സരിക്കാതിരിക്കുകയും ഇനിയിപ്പോൾ സലീഖയും മത്സരിക്കുന്നില്ല, മമ്മിക്കുട്ടി ഒരു വട്ടം കൂടെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സുരേഷ് ബാബുവിനെ നിർത്തി പാലക്കാട് ജില്ലയിൽ നിന്ന് ചിലപ്പോൾ ഒരു മന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം പകരം വേറെ ഏതെങ്കിലും സീറ്റ് വെച്ച് മാറിയിട്ട് അങ്ങനെ കാര്യം ഉണ്ട്. പക്ഷേ സുരേഷ് ബാബുവിൻ്റെ സ്കില്ല് അതിനേക്കാൾ യൂസ് ചെയ്യാൻ പാർട്ടി ചിലപ്പോൾ തീരുമാനിക്കുക. ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ സെക്രട്ടറിമാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ്. ഒരു 2-3 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ്. അത് കണ്ണൂരല്ലെന്ന് ആലോചിക്കണം. പക്ഷേ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. കണ്ണൂരുള്ളതുപോലെ ശക്തമായ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരു ജില്ലയായിട്ട് ഇവിടെ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 10-30,000 വോട്ട് LDF ജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ചിറ്റൂർ മണ്ഡലത്തിൽ ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് 1-2 തവണ വിളിച്ച് എല്ലാ കാലത്തും അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. അവിടെ നിന്ന് ഇപ്പം തലമുറകളുടെ കൈമാറ്റമാണ്, പാറ്റൻ കൈമാറിക്കൊണ്ടിരിക്കുക. അതായത് പിന്നെ ഒരാൾ വരുന്നു, അയാൾ 2 ടൈം നിൽക്കുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു, പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. കൃഷ്ണൻ സഖാവ് മത്സരിക്കുന്നു, വിജയിക്കുന്നു. കൃഷ്ണൻ സഖാവ് മത്സരിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ വരുന്നത് CK രാജേന്ദ്രൻ വരുന്നു, 2 തവണ MLA ആവുന്നു. CK രാജേന്ദ്രന് ശേഷം ചെന്താമരേഷം വരുന്നു, 2 തവണ MLA ആവുന്നു. അത് കഴിയുമ്പോൾ KD പ്രസന്നൻ വന്നു, 2 തവണ ഇപ്പോൾ MLA ആയി. ഇതിങ്ങനെ ചെയിനായിട്ട് പോവുക. ഇനിയിപ്പോൾ അടുത്ത ആര് വരുമോ എന്നുള്ള കാര്യത്തിൽ X or Y ആര് വന്നാലും ആലത്തൂർ മണ്ഡലത്തിൽ അവർക്ക് തിരിച്ചടിയൊന്നും ഏത് ഭരണവിരുദ്ധ തരംഗം ഉണ്ടായാലും ഇനിയിപ്പോൾ അതായത് ഇനിയിപ്പോൾ പിണറായി വിജയൻ പോയിട്ട് നിയമസഭയിലിട്ട് BD സതീശനെ കുത്തിക്കൊന്നു കൂട്ടിക്കോ, നിയമസഭയിലിട്ടിട്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ സംഭവം ഉണ്ടായാൽ പോലും പിന്നെ ഒരിക്കലും അവിടെ ആ മണ്ഡലത്തിൽ പിണറായി വിജയൻ നിയമസഭയിലിട്ട് BD സതീശനെ കുത്തിക്കൊല്ലുന്നു. ഇങ്ങനെ സാധനം ലോകം മുഴുവൻ വീഡിയോയിലൂടെ കണ്ട മണ്ഡലത്തിലുള്ള എല്ലാ ആൾക്കാരും കണ്ടാലും ആലത്തൂർ മണ്ഡലം CPM വോട്ട് ചെയ്യും, വിജയിപ്പിക്കും. അവിടെ ആരെ കൊണ്ടു നിർത്താലും. അതിനിപ്പോൾ നാളെ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമിയെ പിടിച്ച് അവിടെ കൊണ്ടു നിർത്തിയാലും ജയിപ്പിക്കും. അതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവിടെ ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ 10 സീറ്റാണ് LDF ഉള്ളത്. 10 സീറ്റാണ്. പാലക്കാട് സീറ്റ് പിന്നെ കോൺഗ്രസിനും, മണ്ണാർക്കാട് സീറ്റ് പിന്നെ ലീഗിനുമാണുള്ളത്. 10 സീറ്റ് എന്നുള്ളത് 11 സീറ്റായിട്ട് വർദ്ധിപ്പിക്കാൻ LDF സാധ്യതയുണ്ട്. എങ്ങനെ? മണ്ണാർക്കാട്ടിൽ CPI നല്ലൊരു സ്ഥാനാർത്ഥിയെ ഒന്നുകിൽ ജോസ് ബേബിയെ അല്ലെങ്കിൽ പൊതുസം തന്നെ കൊണ്ടുവന്നിട്ടാൽ 10-11 വർദ്ധിപ്പിക്കാം. അതും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചാൻസ് 10-9 ചുരുങ്ങാം. അത് ചുരുങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാമ്പിയിൽ മുഖസിന് പകരം മണ്ണാർക്കാട് പിന്നെ ജോസ് ബേബിയെ അല്ലെങ്കിൽ പൊതുസം തന്നെ നിർത്താതിരിക്കുകയും മണ്ണാർക്കാട് മുഖസിന് പകരം വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ പട്ടാമ്പി സീറ്റ് UDF കൊണ്ടുപോകും. 10-9 ചുരുങ്ങും. പിന്നെ BJPയുടെ സാധ്യത എന്ന് പറയുന്നത് പാലക്കാട് ക്രോസ് വോട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ UDF നിലവിലുള്ള ഒരു സീറ്റ് കൊണ്ടുവന്ന് കുറയുകയും പാലക്കാട് ക്രോസ് വോട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പോയി നിന്നാൽ BJPക്ക് ആ ജില്ലയിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് സൽക്കാലം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇരിക്കാം.